ഇനി നമുക്കിത് പറയാനുള്ളത് 80486ന്റെ ആർക്കിടെക്ചർ ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത് 80486ന്റെ ആർക്കിടെക്ചർ ആണ്. അത് പഠിച്ചിരിക്കണം, എക്സാമിന് വരയ്ക്കേണ്ടതാണ്. അതായത് ഡേറ്റ യൂണിറ്റ് ഉണ്ട്, ഡേറ്റ യൂണിറ്റിനകത്ത് ബാരൽ ഷിഫ്റ്റർ ഉണ്ട്, രജിസ്റ്റർ ഫയൽ ഉണ്ട്, അതേപോലെ തന്നെ ALU ഉണ്ട്. ഇനി ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ബസ് ഇന്റർഫേസ് യൂണിറ്റ് ഉണ്ട്. ബസ് ഇന്റർഫേസ് യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ ആർക്കിടെക്ചറിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ അഡ്രസ് ഡ്രൈവേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ റൈറ്റ് ബഫേഴ്സ് ഉണ്ട്, ഡാറ്റാബേസ് ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, ബസ് കൺട്രോൾ ഉണ്ട്, അതേപോലെ റിക്വസ്റ്റ് സീക്വൻസർ ഉണ്ട്, ബസ് കൺട്രോളർ ഉണ്ട്, ബസ് സൈസ് കൺട്രോൾ ഉണ്ട്, അതേപോലെ ക്യാഷി കൺട്രോൾ, അതേപോലെ തന്നെ പാരിറ്റി ജനറേഷൻ. ഓക്കെ, അപ്പോൾ ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഡേറ്റ യൂണിറ്റിൽ എന്താണ് നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആണ്. ഇനി അതേപോലെ തന്നെ ഇവിടെ എന്താണ് ഫ്രീ ഫെച്ചർ ഉണ്ട് അല്ലേ, ഫ്രീ ഫെച്ചർ യൂണിറ്റ് ഉണ്ട്, ഫ്രീ ഫെച്ചർ യൂണിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഉണ്ട്, പിന്നെ കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഇനി ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ഉണ്ട്. ഇനി ഇവിടെ മെമ്മറി മാനേജ്മെന്റിൽ ആരൊക്കെയാ സെഗ്മെന്റേഷൻ യൂണിറ്റ്, അതുപോലെ തന്നെ പേജിങ് യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് എന്തുകൂടി ഉണ്ട്, ക്യാഷി മെമ്മറിയും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ 80486ന്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ആർക്കിടെക്ചറോ അല്ലെങ്കിൽ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാനൊക്കെ പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയഗ്രാം പഠിച്ചിരിക്കണം. ഓക്കെ, ഇതിനകത്ത് ബസ് ഇന്റർഫേസ് യൂണിറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണേ, അതെന്താണ് ചെയ്യണതെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അതേപോലെ ഫ്രീ ഫീച്ചറിൻ്റെ കാര്യം അറിയാം, ഇൻസ്ട്രക്ഷൻ കോഡിൻ്റെ കാര്യം അറിയാം, സെഗ്മെന്റേഷനിലും പേജിങ്ങിലും ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, എന്നാലും നമുക്കൊന്നുകൂടെ നോക്കാം. ഈ ഒരു ഇമേജ് ഓർത്ത് വെക്കുക. ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഫസ്റ്റ് ആദ്യത്തെ നമ്മൾ പറയാൻ പോണത് ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ALU, ബാരൽ ഷിഫ്റ്റർ ആൻഡ് ആൻ array of registers. Okay. ഇനി ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ് കൺസിസ്റ്റ്സ് ഓഫ് 32-bit ALU and 64-bit barrel shifter and 8 32-bit general purpose registers. ഇത്രയും ഇൻക്ലൂഡഡ് ആണ് എന്ത് ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റിൽ. ഓക്കെ, ഇനി ദ ഫങ്ഷൻസ് ഓഫ് ALU ആൻഡ് ബാരൽ ഷിഫ്റ്റർ ആർ സെയിം ആസ് ദാറ്റ് ഓഫ് 80386 പ്രോസസ്സർ. അപ്പോൾ ഇതിന് ALUവിൻ്റെയും അതേപോലെ തന്നെ ബാരൽ ഷിഫ്റ്ററിൻ്റെയൊക്കെ വർക്കിംഗ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ 80386 എന്താണോ പഠിച്ചത് അത് സെയിം തന്നെയാണ് 80486ലും. ഓക്കെ, ഇനി ഇതിലെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ദ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഓഫ് 80486 ആർ ഓൾസോ സെയിം ആസ് ദാറ്റ് ഓഫ് 80386 പ്രോസസ്സർ. എന്താണ്, അപ്പോൾ ഇതിനകത്തുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സും 80386ലെ പോലെ തന്നെയാണ് ഇവിടെയും ഫങ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആർ EAX, EBX, ECX, EDX, EBP, EDI, ESI and ESP. Okay, ഇനി part of these 32-bit registers can be accessed as 16 or 8-bit registers. നമുക്ക് എന്ത് ചെയ്യാം, 16 അല്ലെങ്കിൽ 8 ബിറ്റ് രജിസ്റ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് എന്തുണ്ട്, ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആൻഡ് ഫ്ലാഗ് രജിസ്റ്റേഴ്സ്. ഇതും എന്താണ്, നമ്മൾ 80386ലെ പോലെ തന്നെ സെയിം ആണ്. അപ്പോൾ എന്താണ്, ALU ആൻഡ് ബാരിയർ ഷിഫ്റ്റർ, അതേപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, അതേപോലെ ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആൻഡ് ഫ്ലാഗ് രജിസ്റ്റേഴ്സ്, ഇതെല്ലാം എന്താണ് 80386ൽ എങ്ങനെയാണോ ഇത് വർക്ക് ചെയ്യുന്നത് ആ ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഇവിടെ 80486ലും ഉള്ളത്. ഇനി ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റിൽ 32-bit ALU, അതേപോലെ തന്നെ 64-bit ബാരിയൽ ഷിഫ്റ്റർ, അതേപോലെ തന്നെ 8 32-bit ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ്
consists of ALU, barrel shifter and an array of registers. അടുത്താണ് ബസ് ഇന്റർഫേസ് യൂണിറ്റ്. ബസ് ഇന്റർഫേസ് യൂണിറ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ മൈക്രോ പ്രോസസ്സർ പഠിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും. ഓക്കെ, അപ്പോൾ ബസ് ഇന്റർഫേസ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈവേഴ്സ് ആൻഡ് വേരിയസ് കൺട്രോൾ ലോജിക് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഡ്രൈവേഴ്സും അതേപോലെ തന്നെ കുറേ കൺട്രോൾ ലോജിക് യൂണിറ്റ്സും ഒക്കെ ചേർന്നതാണ് ബസ് ഇന്റർഫേസ് യൂണിറ്റ് എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം ആ ഒരു ഡയഗ്രാം കണ്ടപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്ക് നോക്കാം. ദ ബസ് ഇന്റർഫേസ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് ഡ്രൈവേഴ്സ് ഫോർ അഡ്രസ് ആൻഡ് ഡാറ്റ ബസ് ആൻഡ് വേരിയസ് കൺട്രോൾ ലോജിക് യൂണിറ്റ്സ് വിച്ച് ഇൻക്ലൂഡ്സ് ബസ് സൈക്കിൾ കൺട്രോൾ, ബസ് സൈസ് കൺട്രോൾ, ദെൻ ക്യാഷി കൺട്രോൾ ലോജിക് യൂണിറ്റ്സ്. അപ്പം ഇത്രയും ഇൻക്ലൂഡഡ് ആണ് എന്ത് ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ. ഓക്കെ, ദ കൺട്രോൾ സിഗ്നൽസ് നെസസറി ഫോർ മെമ്മറി, IO ആൻഡ് interrupts ബസ് സൈക്കിൾസ് ആർ ജനറേറ്റഡ് ബൈ ദിസ് യൂണിറ്റ്. അതേപോലെ ഇറ്റ് ഓൾസോ ടേക്സ് കെയർ ഓഫ് മാനേജിങ് ദ കൺട്രോൾ സിഗ്നൽസ് ഫോർ ക്യാഷി മെമ്മറി കൺട്രോൾ. അപ്പോൾ ക്യാഷി മെമ്മറി കൺട്രോൾ ഒക്കെ കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എന്താണ്? കൺട്രോൾ സിഗ്നൽസ് ആണ്. അപ്പോൾ സോ കൺട്രോൾ സിഗ്നൽസ് നെസസറി ആണ്. ഇനി ഇത് ബസ് ഇന്റർഫേസിൽ ഉള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പാരിറ്റി ജനറേഷൻ ആൻഡ് കൺട്രോൾ യൂണിറ്റ്. പാരിറ്റി ജനറേഷൻ, അതായത് പാരിറ്റി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജനറേറ്റ്സ് എ പാരിറ്റി ബിറ്റ്, അതായത് പാരിറ്റി ബിറ്റ് ഫോർ ഈച്ച് ബൈറ്റ് ഓഫ് ഡേറ്റ ഡ്യൂറിങ് റൈറ്റ് ഓപ്പറേഷൻ ആൻഡ് ഔട്ട്പുട്ട് ഓൺ DP0 to DP3 lines. The parity bits can be stored in memory along with the data when parity is employed in the system. ഇവിടെ പാരിറ്റി യൂണിറ്റ് എന്താ ചെയ്യുന്നത്? പാരിറ്റി യൂണിറ്റ് പാരിറ്റി ബിറ്റ് ജനറേറ്റ് ആണ് ചെയ്യുന്നത്. പാരിറ്റി ബിറ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ആരാണ് ഈ പാരിറ്റി ബിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്? പാരിറ്റി യൂണിറ്റ്. ഇനി ഈ പാരിറ്റി ബിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? For each byte of data during write operation and output on DP0 to DP3 lines. അപ്പോൾ ഓരോ ഈച്ച് ബൈറ്റ് ഓഫ് ഡേറ്റയ്ക്കും എന്താണ് പാരിറ്റി ബിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ? ഡ്യൂറിങ് റൈറ്റ് ഓപ്പറേഷൻസ്, അതായത് റൈറ്റ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ടൊക്കെ DP0 to DP3 ലൈൻസിൽ നടക്കുന്ന സമയത്ത് ഓരോ ബൈറ്റ് ഓഫ് ഡേറ്റയ്ക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? പാരിറ്റി ബിറ്റ്, പാരിറ്റി യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാരിറ്റി ബിറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദ മെമ്മറി എലോങ് വിത്ത് ഡേറ്റ. അപ്പോൾ ഈ പാരിറ്റി ബിറ്റ് നമുക്ക് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? എലോങ് വിത്ത് ഡേറ്റ. അപ്പോൾ ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ എന്താണ്? ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ ഡ്രൈവേഴ്സ് ഫോർ അഡ്രസ് ആൻഡ് ഡേറ്റാ ബസ് ആൻഡ് വേരിയസ് കൺട്രോൾ ലോജിക് യൂണിറ്റ്സ്. ഓക്കെ, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്താണ്? സൈക്കിൾ കൺട്രോള്, അതേപോലെ തന്നെ ബസ് സൈക്കിൾ കൺട്രോള്, ബസ് സൈസ് കൺട്രോള്, അതേപോലെ തന്നെ ക്യാഷി കൺട്രോൾ ലോജിക് യൂണിറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബസ് ഇന്റർഫേസ് യൂണിറ്റിൽ ഡ്രൈവേഴ്സും അതേപോലെ തന്നെ വേരിയസ് കൺട്രോൾ ലോജിക് യൂണിറ്റ്സും ആണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിനകത്ത് പാരിറ്റി ബിറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അത് മറന്നു പോകാതിരിക്കുക. ഡ്യൂറിങ് റീഡ് ഓപ്പറേഷൻ ദ പാരിറ്റി യൂണിറ്റ് ചെക്ക് ഫോർ ഈവൻ പാരിറ്റി ആൻഡ് ഇഫ് ഇറ്റ് ഫൈൻഡ് ആൻ എറർ then it generates a parity check error signal. എന്താണ്? റീഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് പാരിറ്റി യൂണിറ്റ് എന്ത് ചെയ്യും? ഈവൻ പാരിറ്റി ചെക്ക് ചെയ്യും. അങ്ങനെ ഈവൻ പാരിറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങാനും എറർ കണ്ടെത്തി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ജനറേറ്റ്സ് എ പാരിറ്റി ചെക്ക് എറർ സിഗ്നൽ. അപ്പോൾ എന്താണ്? ഒരു എറർ സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ പാരിറ്റി യൂണിറ്റിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതായത് പാരിറ്റി യൂണിറ്റ് ആണ് എന്ത് ജനറേറ്റ് ചെയ്യുന്ന പാരിറ്റി ബിറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഫോർ ഈച്ച് ബൈറ്റ് ഓഫ് ഡേറ്റ ഡ്യൂറിങ് റൈറ്റ് ഓപ്പറേഷൻസ് ആൻഡ് ഔട്ട്പുട്ട് ഓൺ DP0 to DP3 ലൈൻസ്. അതേപോലെ പാരിറ്റി ബിറ്റ് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ മെമ്മറി അലോങ് വിത്ത് ഡേറ്റ ആൻഡ് ഡ്യൂറിങ് റീഡ് ഓപ്പറേഷൻസ് ദ പാരിറ്റി യൂണിറ്റ് ചെക്ക് ഫോർ ഈവൻ പാരിറ്റി ആൻഡ് ദെൻ ഇറ്റ് ഫൈൻഡ് ആൻ എറർ, ദെൻ ഇറ്റ് ജനറേറ്റ്സ് എ പാരിറ്റി ചെക്ക് എറർ സിഗ്നൽ. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 5 സ്റ്റേജസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഫീച്ചേഴ്സിൽ. ഫ്രീ ഫെച്ച്, ഫസ്റ്റ് ഡീകോഡ്, സെക്കൻഡ് ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ് ബാക്ക്.
അപ്പോൾ ഈ 5 സ്റ്റേജസ് ആണ് നമ്മൾ 80486 ൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 സ്റ്റേജസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാൻ എക്സിക്യൂട്ട് 2 ഇൻസ്ട്രക്ഷൻസ് സൈമിൾട്ടേനിയസ്ലി. അപ്പോൾ 2 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ഒരേ സമയത്ത് തന്നെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് സ്പീഡപ്പ് ആയിട്ട് തന്നെ നടക്കും. ഇനി ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് if execution of one instruction does not depend on their other instructions. അതിനകത്ത് ഒരു ഇതിൻ്റെ എക്സിക്യൂഷൻ ടൈമിൽ ഒരു ഇൻസ്ട്രക്ഷൻ മറ്റൊരു ഇൻസ്ട്രക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അല്ല. ഓക്കെ, വൈൽ ഡീകോഡിംഗ് ജമ്പ് ഇൻസ്ട്രക്ഷൻ, അടുത്ത ജമ്പ് ഇൻസ്ട്രക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. വൈൽ ഡീകോഡിംഗ് ജമ്പ് ഇൻസ്ട്രക്ഷൻ the processor automatically prefetch the instructions from the jump destination with improve the processor performance greatly. നമ്മൾ ഈ ജമ്പ് ഇൻസ്ട്രക്ഷൻസിനെ പറ്റി 80386 നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൻ്റെത് 32 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ പ്രീഫെച്ച് ക്യൂ ആണ്. പ്രീഫെച്ച് ക്യൂവിൽ അതിൻ്റെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. എന്തായിരുന്നു? ദ പ്രീഫെച്ച് ക്യൂ ഈസ് എ ടെക്നിക് ടു സ്പീഡ് അപ്പ് ഓഫ് CPU ഓപ്പറേഷൻസ്. അതായത് വരുന്ന ഇൻസ്ട്രക്ഷൻസിനെല്ലാം ഒരു പ്രീഫെച്ച് ക്യൂവിലേക്ക് സ്റ്റോർ ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആർക്കിടെക്ചറിൻ്റെ സ്പീഡ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്ന ആരാണ്? ഈ ഒരു പ്രീഫെച്ചർ ക്യൂ ആണ്. അതേപോലെ തന്നെ ദ പ്രീഫെച്ചർ യൂണിറ്റ് fetches the code from memory and arrange them into 32 ബൈറ്റ് കോഡ് ക്യൂവിൽ അല്ലേ. അപ്പോൾ ഈ പ്രീഫെച്ചർ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാണ്? റീഡ് ചെയ്യാണ് അല്ലേ, അല്ലെങ്കിൽ ഫെച്ച് ചെയ്യാണ്. ഇൻസ്ട്രക്ഷൻസിനെ ഫെച്ച് ചെയ്തിട്ട് എവിടെ സ്റ്റോർ ചെയ്യും? 32 ബൈറ്റ് കോഡ് ക്യൂവിലേക്ക് സ്റ്റോർ ചെയ്യും. ഇനി അടുത്തത് ഇൻസ്ട്രക്ഷൻ ഡീകോഡ് യൂണിറ്റ്. ഡീകോഡ് യൂണിറ്റ് എന്താ ചെയ്യുന്നത്? ദ ഫങ്ഷൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഡീകോഡർ ഈസ് ടു റിസീവ് ദ കോഡ് ഫ്രം കോഡ് ക്യൂ അല്ലേ. ഇത് 32 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ പ്രീഫെച്ച് ക്യൂവിലേക്ക് ഡേറ്റാസ് ഉണ്ട്. അത് അവിടുന്ന് എന്ത് ചെയ്യണം? അവിടുന്ന് റിസീവ് ചെയ്യാണ്. എന്നിട്ടോ then decode the instructions code sequentially. എന്നിട്ട് അത് എന്ത് ചെയ്യും? ആ ഇൻസ്ട്രക്ഷൻസിനെ ഡീകോഡ് ചെയ്യും. അടുത്താണ് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്. ദ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് കൺസിസ്റ്റ്സ് ഓഫ് 8 number of 80-bit ഡേറ്റ രജിസ്റ്റേഴ്സ് അല്ലേ. ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത്? ഡേറ്റ രജിസ്റ്റേഴ്സ് ആണ്. 80-bit ഡേറ്റ രജിസ്റ്റേഴ്സ്. അതെങ്ങനെയാണ്? 8 numbers of 80-bit ഡേറ്റ രജിസ്റ്റേഴ്സ്. അതേപോലെ തന്നെ 3 number of 16-bit രജിസ്റ്റേഴ്സ്. അതിനെ നമുക്ക് സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഡേറ്റ രജിസ്റ്റേഴ്സ് ഉണ്ട്, സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഡേറ്റ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 8 number of 80-bit ആണ്. ഓക്കെ, ആ രജിസ്റ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഡേറ്റ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ 3 numbers of 60-bit രജിസ്റ്റേഴ്സ്. അപ്പോൾ 3 നമ്പറിൻ്റെ 16-bit രജിസ്റ്റേഴ്സിനെ നമുക്ക് എന്താ പറയാം? സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. അതേപോലെ ഇതിനകത്ത് കൺട്രോൾ രജിസ്റ്റേഴ്സ് ആൻഡ് ടാഗ് വേർഡ് രജിസ്റ്റർ ഉണ്ട്. ഇനി 2 number of 48-bit പോയിന്റർ രജിസ്റ്റർ ഉണ്ട്. അതിനെ നമുക്ക് ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആൻഡ് ഡേറ്റ പോയിന്റർ എന്ന് വിളിക്കാം. അതേപോലെ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് 32, 64, 80-bit ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്സിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 16, 32, 64-bit ഇൻറ്റിജർ ഡേറ്റ ടൈപ്സ്, അതേപോലെ തന്നെ 80-bit പാക്കറ്റ് BCD ഡേറ്റ ടൈപ്സ്, ഇതൊക്കെ ഈ ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അടുത്തത് മെമ്മറി മാനേജ്മെന്റ്. മെമ്മറി മാനേജ്മെന്റ് കൺസിസ്റ്റിംഗ് ഓഫ് സെഗ്മെന്റേഷൻ ആൻഡ് പേജിംഗ് യൂണിറ്റ് അല്ലേ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ 80386 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ദ മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് സെഗ്മെന്റേഷൻ യൂണിറ്റ് ആൻഡ് പേജിംഗ് യൂണിറ്റ്. ഇതെന്താണ്? ഐഡന്റിക്കൽ ടു ദാറ്റ് ഓഫ് 80386. 80386 എങ്ങനെയാണോ ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത്, സെയിം പ്രോസസ്സ് തന്നെയാണ് ഇവിടെ 80486 ഉള്ളത്. ഇനി സെഗ്മെന്റേഷൻ എന്താ ചെയ്യുന്നത്? സെഗ്മെന്റേഷൻ അലോസ് മാനേജ്മെന്റ് ഓഫ് ലോജിക്കൽ അഡ്രസ് സ്പേസ്. അപ്പോൾ ലോജിക്കൽ അഡ്രസ് സ്പേസിനെയൊക്കെ മാനേജ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സെഗ്മെന്റേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, എങ്ങനെയാണ് സെഗ്മെന്റേഷനിൽ ലോജിക്കൽ അഡ്രസ്സാണ് വരുന്നത്. ആ ലോജിക്കൽ അഡ്രസ്സ് തന്നെയായിരിക്കും അതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ്. എപ്പോഴാണ്? പേജിങ് ഡിസേബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ പേജിംഗ് മെക്കാനിസം. പേജിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് ഇസ് ഓപ്പറേറ്റ്സ് വിത്ത് സെഗ്മെന്റേഷൻ. അത് സെഗ്മെന്റേഷൻ്റെ അണ്ടറിലാണ് എന്തെന്ന് പറയുന്നത്? പേജിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഇനി പേജിംഗ് ഈസ് ഓപ്ഷണൽ, ക്യാൻ ബി ഡിസേബിൾഡ് ബൈ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇപ്പോൾ പേജിംഗ് ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഡിസേബിൾ ചെയ്യാം. ദ മെമ്മറി ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു
one or more variable length segments, each up to 4 GB in size. Each segment can be divided into 4 KB of pages. Segment registers and descriptors of 80486 are identical to that of 80386. 80486 എന്താണ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സും ഡിസ്ക്രിപ്റ്റേഴ്സും ഒക്കെ ഉണ്ട്. അതും എങ്ങനെ തന്നെയാണ് 80386 പോലെ തന്നെയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കാഷെ മെമ്മറിയെ പറ്റിയിട്ടാണ്. 8 KB cache memory unit. The cache memory consists static RAM which are very fast as compared to the dynamic RAMs. Cache memory contains static RAMs ആണ്. ഇത് എന്താണ് ഡൈനാമിക് റാംസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വെരി ഫാസ്റ്റ് ആണ്. ഓക്കെ, ഇനി കാഷെ മെമ്മറി അഡ്രസ്സസ് ദ സ്മോൾ പാർട്ട് ഓഫ് ടോട്ടൽ മെമ്മറി സ്പേസ് വിച്ച് ദ പ്രോസസ്സർ ക്യാൻ അഡ്രസ്. അതായത് പ്രോസസ്സറിന് ക്രമീകരിക്കാൻ കഴിയുന്ന ടോട്ടൽ മെമ്മറി പ്ലേസിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഈ കാഷെ മെമ്മറി അഡ്രസ് എന്ന് പറയുന്നത്. കാഷെ മെമ്മറി അഡ്രസ്സസ് is a small part of total memory space which the processor can address. ഇനി അടുത്തത്, the cache memory can be used to store both code and data. Cache memory നമ്മൾ എന്തിനായിട്ട് യൂസ് ചെയ്യുന്നത്? അതായത് കോഡ് ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാഷെ മെമ്മറി യൂസ് ചെയ്യുന്നത്. കാഷെ മെമ്മറി ഈസ് ഓർഗനൈസ്ഡ് ആസ് 4-way സെറ്റ് അസോസിയേറ്റീവ് കാഷെ. ഇത് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. The cache memory organized as a 4-way set associative cache with LRU, least recently used replacement technique. ഇനി ഈ കാഷെ മെമ്മറി എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കണേ? 4-way set associative cache with LRU replacement technique അല്ലേ? അതായത് ലീസ്റ്റ് റീസെൻ്റ്ലി യൂസ്ഡ് റീപ്ലേസ്മെൻറ്റ് ടെക്നിക്കിനോടൊപ്പം 4-way set associative cache ആയിട്ടാണ് ഈ കാഷെ മെമ്മറി ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി the 8 KB cache is divided into 128 sets. അതായത് കാഷെ മെമ്മറിനെ 128 സെറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഈച്ച് സെറ്റ് ഹാസ് 64 ബൈറ്റ്സ്. അപ്പോൾ ഓരോ സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 64 ബൈറ്റ്സ് ആണ്. ഓക്കെ, ഇനി അത് ഓർഗനൈസ്ഡ് ആസ് 4 ലൈൻസ്. ഇതെങ്ങനെയാണ്? 4 ലൈൻസിലാണ് ഇത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് വിത്ത് 16 ബൈറ്റ്സ് പെർ ലൈൻ. ഒരു ലൈനിൽ എത്ര വെച്ചിട്ടുണ്ടാവും? 16 ബൈറ്റ്സിൽ ഉണ്ടായിരിക്കും. ഇനി കാഷെ ഓർഗനൈസേഷൻ ഈസ് എ 4-way സെറ്റ് അസോസിയേറ്റീവ് കാഷെ. ഇത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആർക്കിടെക്ചറിൻ്റെ ഇത്.